ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പുതിയ വ്ളോഗിലേക്ക് സസ്വാഗതം. ജോലിക്ക് പോകുന്ന ദിവസം പിന്നെയും ആകെയാണ്. ഇനി എല്ലാ ദിവസവും ജോലിക്ക് പോകുന്ന ദിവസമാണ് എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ അറിയിക്കുന്നു. കാരണം ഈ മാസം നമ്മൾ എത്രയും കൂടുതൽ ജോലിക്ക് പോകുന്നു അത്രയും നമുക്ക് നല്ലതാണ്. കയ്യിൽ ഒരു 10 രൂപ കൂടുതലുണ്ടെങ്കിൽ അതിൽ അത്യാവശ്യം ഒന്ന് കയ്യിൽ നിന്നെടുത്ത് മറക്കാൻ പറ്റുമല്ലോ. പൊതുവെ എല്ലാ സ്റ്റുഡൻസും വെക്കേഷൻ സമയത്ത് പട്ടിനെ പോലെ പണിയെടുക്കും. എന്നിട്ട് വെക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ രാജാവിനെ പോലെ അങ്ങോട്ട് ജീവിക്കും. ചില സിറ്റീസിൽ ഓട്ടത്തിലും വിൻ്ററിലൊന്നും പാർട്ട് ടൈം ജോലി കിട്ടിയില്ല. അപ്പോൾ പലരും ഇങ്ങനെയാണ് ചെയ്യാറ്. അതായത് ചെറിയ പട്ടിക്കാട് പിടിച്ച സിറ്റീസിലൊക്കെ ഉള്ളവർ മെയിൻ സിറ്റീസിൽ വെയർഹൗസ് കാര്യങ്ങളിലൊക്കെ നിന്ന് 3 മാസം ജോലി ചെയ്ത് കാശ് ഉണ്ടാക്കി പോയാൽ അവരുടെ അറ്റ്ലീസ്റ്റ് ഒരു വർഷത്തേക്കുള്ള കാര്യങ്ങൾ കടിച്ചു പിടിച്ച് ജീവിച്ചാൽ ഓടും. സത്യമായിട്ട് ഓടും. കാരണം 6 ദിവസം 10 മണിക്കൂറൊക്കെ ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര നിങ്ങളത് ആലോചിച്ചാൽ മതി. അത് ഒരു മാസം എത്ര മണിക്കൂർ അവർ ഓടും. അപ്പോൾ അങ്ങനെയും സ്റ്റുഡൻസ് കൂടെ ഓടുന്നവരുണ്ട്. നിങ്ങളുടെ സിറ്റിയിൽ ജോലി ഇല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് കിട്ടിയില്ലെങ്കിൽ ആ വെക്കേഷൻ്റെ സമയം ഉണ്ടല്ലോ, മെയിൻ വെക്കേഷൻ്റെ സമയം. അപ്പോൾ 3 മാസം ഇതിൽ വെയർ ഹൗസിൽ പോയി കയറാം, പട്ടിനെ പോലെ പണിയെടുക്കാം, കാശുണ്ടാക്കാം. എല്ലാം അതുകൊണ്ട് നടക്കുന്നതല്ല, ഒരു പരിധിവരെ കാര്യങ്ങളൊക്കെ നടക്കും. പിന്നെ എന്താ, പണിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഒരു കടയിൽ കയറിയിട്ട് കിട്ടിയില്ലെങ്കിൽ അവിടെ പിന്നെ കയറരുത് എന്ന് ആരും പറഞ്ഞിട്ടില്ല. ഞാനിപ്പോൾ ആദ്യം ജോലി ചെയ്ത ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ അല്ലെങ്കിൽ ആദ്യം ജോലി ചെയ്ത മെക്ഡിയിൽ ആദ്യം പോയി പിന്നെയും പോയി ഒരു 5 പ്രാവശ്യത്തിനടുത്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് തന്നെ മടുത്തിട്ടാണ് 100 ജോലിക്കെടുത്ത്. അവർ പറഞ്ഞാലെന്താ, നിങ്ങൾക്ക് ചോദിക്കാനുള്ള അധികാരമുണ്ട്. ഉളുപ്പ് എന്ന് പറയുന്ന ഫാക്ടർ അങ്ങോട്ട് കൊണ്ട് ദൂരെ അടച്ചു വെച്ച് കളയാം. കാരണം വയറ് നിറയണമെങ്കിൽ കാശ് വേണമെങ്കിൽ ജോലി വേണമെങ്കിൽ നിപ്പ് പറ്റില്ല. അത് അങ്ങനത്തെ ഒരു ഫോർമുലയാണ്. അങ്ങനെയാണ്. പിന്നെ നിങ്ങൾ നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് കാര്യങ്ങളൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ നിങ്ങൾ പിഴിയും, എന്നെ പിഴിഞ്ഞതുപോലെ. പണ്ട്, ഇപ്പോൾ പിഴിയലൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് വഴി, തനി വഴി. അപ്പോൾ എന്തായാലും ജോലിക്ക് പോട്ടെ. സമയം 6 മണി കാലത്ത്, 6 മണി ആയിട്ടില്ല, 5:30, 6 മണി നമുക്ക് കൂട്ടാം. അപ്പോൾ 6 മണിയുടെ വെളിച്ചമാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കണേ. കണ്ടില്ലേ, അടുത്ത സീസണായി എന്ന് ഞാൻ തർപ്പിച്ച് പറയാനുള്ള കാരണം ഇതാണ്. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി അല്ല, ശുഭദിനം. നമുക്ക് അടിച്ച് പൊളിക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് നമുക്ക് ജോലി സ്ഥലത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. മുതലാളിമാരൊന്നും ഇന്നുണ്ട്, ഒരു ക്ലയൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ മുതലാളിമാരായിട്ടൊന്ന് സംസാരിക്കണം. ഒന്നിന് മീറ്റിംഗ് വെച്ചിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താവുന്ന നോക്കാം. ഒത്താൽ ഒത്തില്ലെങ്കിൽ ഒത്തില്ല. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശമ്പളം കൂടുന്ന കേസ്. ശമ്പളത്തിനേക്കാൾ കൂടുതൽ എനിക്ക് ഈ മാസം മൊത്തം ജോലി വേണം. അതെങ്കിലും ഒത്തുകിട്ടണം, അല്ലെങ്കിൽ പണി പാളും. കാരണം നമ്മുടെ പ്ലാനിങ്ങുകൾ നമ്മൾ അഗ്രഗണ്യനാണല്ലോ. അപ്പോൾ പ്ലാനിങ് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് സീക്രട്ട്. അപ്പോൾ ശരി. കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് അന്നത്തെ ദിവസം തീരാറായി. ദിവസം കുഴപ്പമൊന്നുമില്ലായിരുന്നു. നല്ല ഓളത്തിലങ്ങോട്ട് പോയി. കുറേ പേരൊക്കെ വീട്ടിൽ പോയി. നമ്മളിന്ന് 1 മണിക്കൂർ കൂടി കൂടുതൽ നിൽക്കാനുള്ള പ്ലാനാണ്. മണി മാറ്റേഴ്സ്, അതുകൊണ്ട് 1 മണിക്കൂർ കൂടി കൂടുതൽ നിൽക്കുന്നു. ഇതുവരെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞ പുതിയ ആളത് ഇവനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇവൻ പഠിക്കട്ടെ, ഞാൻ പഠിക്കട്ടെ, എല്ലാവരും പഠിക്കട്ടെ. അവൻ പഠിച്ച് കുട്ടപ്പനായിട്ട് വേണം എനിക്കൊന്ന് വിശ്രമകാലത്തിലേക്ക് പോകാൻ. ബാക്കി എല്ലാവരും ഇവിടെ ഉണ്ട്. നമ്മുടെ 2 ടീമിലുണ്ട്. അതിനകത്ത് ഒരു ടീം വീട്ടിൽ പോയി, രണ്ടാമത്തെ ടീം 1 മണിക്കൂർ കൂടി കഴിഞ്ഞിട്ട് പോവാം. രണ്ടാമത്തെ ടീമിലെ ആൾക്കാർ ഇവിടെ ഉണ്ട്. 1, 2, 3, പിന്നെ അവിടെ ഇവിടേക്കായിട്ട് ഒരു 3, 4, 5, 7 ആൾക്കാർ മൊത്തത്തിലുണ്ട്. ഇവിടെ 4 ആൾക്കാരുണ്ട്. പിന്നെ കുറച്ച് ആൾക്കാർ അവിടെ തേച്ച് കളിക്കുന്നുണ്ട്. ഇവിടെ തേക്കുന്നു. അങ്ങനെ എല്ലാവരും പല പല ഭാഗങ്ങളിൽ പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ അടുത്ത ആൾ വരുന്നു. അങ്ങനെ ഇന്ന് സന്തോഷകരമായി ഇന്നത്തെ ദിവസം കഴിയുന്നു. അവനെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ എല്ലാവരും കൂടി ഉഷാറായി വന്നു കഴിഞ്ഞിട്ട് വേണം എനിക്ക് വിശ്രമ ജീവിതത്തിലേക്ക് പോകാൻ. ഇവന്മാരൊക്കെ ഒരു ചട്ടകളാണല്ലോ. അങ്ങനെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. സ്വാഭാവികമായും കുഴപ്പമുണ്ടാകേണ്ടതാണ്. കുഴപ്പങ്ങളില്ല, എന്തോ ഭാഗ്യം. അപ്പോൾ അത്രയൊക്കെ തന്നെ. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. നമുക്ക് 1 മണിക്കൂറും കൂടി കഴിഞ്ഞിട്ട് വീട്ടിൽ പോകാം. കാരണം കാശ് കിട്ടുമല്ലോ, മണിക്കൂറിനുള്ള പേയ്മെൻറ്റ്. ഞാൻ മുന്നും പറഞ്ഞിട്ട്, നമ്മൾ മണിക്കൂറിന് പണിയെടുക്കുമ്പോൾ മണിക്കൂറിനനുസരിച്ച് പണിയെടുക്കും. അത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുവരെ ബൈ ബൈ. ഇവിടുത്തെ ഗാർബേജ് എടുത്തുകൊണ്ടുള്ള പരിപാടി ഇങ്ങനത്തെ വണ്ടികളിലാണ്. ഇവർ വരുന്നു, എടുക്കുന്നു, പോകുന്നു. മറ്റേ ഫൈനൽ ഡെസ്റ്റിനേഷൻ സിനിമയിലൊരു പെണ്ണ് മരിക്കുന്നില്ലേ, അത് ഇതിനകത്ത് തട്ടിയിട്ടാണ്. ആ സ്കീമാണ് അതിനകത്ത് നടക്കുന്നത്. നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത് നാട്ടിൽ നിന്നും വരുമ്പോൾ എന്തൊക്കെ കൊണ്ടുവരണം. ഇന്നിപ്പോൾ പ്രധാനിയായ മെഡിസിൻസിനെ കുറിച്ച് സംസാരിക്കാം. മെഡിസിൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പോളണ്ടിൽ നിങ്ങൾക്ക് മെഡിസിൻസ് കിട്ടും. പക്ഷേ അത് നമ്മുടെ ബോഡിയിലേക്ക് എഫക്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ടൈം. കാരണം നമ്മുടെ നാട്ടിലെ പവർ പാക്ഡ് സാധനങ്ങൾ കഴിച്ച് ഇവിടെ വന്നിട്ട് ആദ്യം ഒരു ചെറിയ ഡോസൊക്കെ തരുന്ന നമ്മുടെ ബോഡിക്കൊന്നും ആവില്ല. അപ്പോൾ നിങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ
മിനിമം പാരസെറ്റമോളെങ്കിലും എടുക്കുക, ഡോളോ എടുക്കുക, കഴിക്കുക. പനി മുതലായൊക്കെ വരുമ്പോൾ, അതായത് എപ്പോഴും ഈ സാധനം കഴിക്കരുത്, കിഡ്നി അടിച്ചു പോകും. ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഹെവി സാധനമാണ് അടിക്കുന്നതെന്നുണ്ടെങ്കിൽ, ഹെവി ചുമ പനിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പാരസെറ്റമോൾ അല്ലാതെ വേറെ നിർത്തിയില്ല. ചെറിയ സ്കീമൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ലേഹ്യമുണ്ട്, ഞാൻ സ്ഥിരം കാണിക്കാറുണ്ട്, അത് കഴിക്കും. അല്ലെങ്കിൽ ചുക്കാപ്പി ഉണ്ടാക്കി കുടിക്കും. അല്ലെങ്കിൽ നമ്മുടെ ട്രഡീഷണൽ വേ ആയ ഒരു 10 ml പിടിക്കും വോഡ്ക. അത് നല്ലതാണോ എന്ന് വെച്ചാൽ നല്ലതല്ല, പക്ഷേ ഞാൻ അങ്ങനെയാണ് പിടിക്കാറുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളങ്ങനെ പിടിച്ചാൽ മതി. പിന്നെ വേറെ എന്ത് മരുന്ന് കൊണ്ടുവരണം? ചുമയാണ് രണ്ടാമത്തെ പ്രധാന അസുഖം നിങ്ങളിങ്ങോട്ട് വന്നാൽ കിട്ടാൻ സാധ്യതയുള്ളത്. അതിന് ഒന്നല്ലെങ്കിൽ നാട്ടിൽ നിന്ന് മരുന്ന് കൊണ്ടുവരാം, ഡ്രൈ കഫ്, വെറ്റ് കഫ്, അതാണ് ഏറ്റവും എഫക്റ്റീവ്. അല്ലെങ്കിൽ ഈ പറയുന്ന ഇവിടെ വന്ന് മരുന്ന് കിട്ടും, അത് കിട്ടും. മരുന്ന് കിട്ടുമെന്ന് ചോദിച്ചാൽ കിട്ടും, അത് മേടിച്ചാൽ അത് മതി. പക്ഷേ ഞാൻ കണ്ടെടുത്താൽ ഇവിടുത്തെ മരുന്ന് വെച്ചിട്ട് മാറിക്കിട്ടാനേ ഒരു ലോഡ് സമയം എടുക്കും. അത് വിൻ്ററിലും കൂടി ആണെങ്കിൽ ആ വിൻ്റർ മൊത്തം ചിലപ്പോൾ നിങ്ങൾ കുറച്ചുകൊണ്ട് നടക്കും. ഇപ്പോൾ പരമാവധി നാട്ടിൽ നിന്ന് വരുമ്പോൾ ഉറപ്പായിട്ടും ചുമയുടെ മരുന്ന്, പനിയുടെ മരുന്ന്, പിന്നെ വയറിളക്കത്തിൻ്റെ മരുന്ന്, ഇത് 3 കൊണ്ടുവരിക. ഡയറിയ ഒരു വലിയ പ്രശ്നമാണ്. അത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ മരുന്നൊക്കെ അടിച്ച് മാറിക്കിട്ടുക എന്ന് പറയുന്നത് വല്ലാത്ത പ്രശ്നമാണ്. പിന്നെ ഡയറി ആണെങ്കിൽ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു ചുക്കാപ്പ് കുടിച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റോപ്പ് കിട്ടും. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിൽ വെക്കുക. പിന്നെ വേറെ മരുന്നിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് വല്ല ആസ്മയോ അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒഴിച്ചു മാറ്റാൻ പറ്റാത്ത എന്തെങ്കിലും മരുന്നുകളുണ്ടെങ്കിൽ അതൊക്കെ കൊണ്ടുവരിക. എക്സ്ട്രാ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഇവിടെ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് വലിയൊരു സംശയമാണ്. പിന്നെ നാട്ടിൽ നിന്ന് വേറെ ആൾക്കാരെ കൊണ്ടിരിക്കലും ഇപ്പോൾ പണ്ടത്തെ പോലെ ആൾക്കാരെ അങ്ങനെ കൊണ്ടുവരുന്നില്ല. അപ്പോൾ കൊണ്ടുവരുമ്പോൾ ബൾക്ക് സ്റ്റോക്ക് ചെയ്ത് കൊണ്ടുവരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഈ ട്രാം എന്ത് ഇപ്പോൾ പോണേ? എൻ്റെ ട്രാം നേരം തെറ്റിയായിട്ടൊന്ന് വരുന്നേ. ഇപ്പം ഞാൻ ഗോപിയായി ഇതേ പോകുന്നു എൻ്റെ ട്രാം. ഐ എം സാഡ്. പിന്നെ ഏത് മരുന്ന് നിങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാലും പരമാവധി ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷൻ അത് മറക്കരുത്. കാരണം അതില്ലെങ്കിൽ ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങളെ പോളണ്ടിലിട്ട് പിടിക്കും. ബാക്കി എല്ലായിടത്തും നിങ്ങളെ കയറ്റിവിടുമായിരിക്കും. ചിലപ്പോൾ പോളണ്ടിലിട്ട് പിടിക്കും ഇതിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ചോദിച്ചിട്ട്. അപ്പോൾ ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷൻ എൻ്റെ കൂടെ കയറ്റിയേക്ക്. അത്രയാണ് മെഡിസിൻസിൻ്റെ കാര്യത്തിൽ. സാധനങ്ങൾ മേടിക്കാൻ വന്നു, കാരണം ഒന്നുമില്ല. നരപ്പാസ് മുന്തിരി എടുത്തു, ഉരുളൻകിഴങ്ങ് എടുത്തു, പെട്ടിയിലിട്ടു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ പോർക്ക് എടുത്തിട്ടുണ്ട്, കാരണം പോർക്കിനൊന്ന് ഓഫറുണ്ട് 7.99. പോർക്ക് എടുത്തു. പിന്നെ അങ്ങനെ കുറച്ച് ഐറ്റംസ് എടുത്തു. ക്യാരറ്റ് എടുത്തു, ക്യാരറ്റിന് 1.99 കിലോയ്ക്ക്. കോളിഫ്ലവറിന് കിലോ 4.99. അങ്ങനെ കുറച്ച് ഐറ്റംസ് ഇന്ന് പറക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ടോർട്ടിൽ എടുത്തിട്ടുണ്ട്, അത് നമ്മൾ വേഗം കഴിക്കില്ല. പിന്നെ ഈ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ബിസ്ക്കറ്റാണോ കേക്കാണോ? ആ സാധനം എടുത്തിട്ടുണ്ട്. കിടിലൻ സാധനമാണ്. ഇത്ര സാധനങ്ങളാണ് ഈ ആഴ്ച മേടിച്ചേക്കണേ. കാരണം ആകെ മൊത്തത്തിലേ അവശതിയിലാണ്. അപ്പോൾ പിന്നെ വിചാരിച്ചു സാധനങ്ങൾ എടുക്കുക, പാക്ക് ചെയ്യുക, സ്റ്റോർ ചെയ്യുക. പിന്നെ ഞാൻ 3 കിലോ പുറക്കെടുത്തിട്ടുണ്ട്. ഇരിക്കുന്നത് 7.99. ഈ സ്കാബ് ഇന്ന് 18 സ്ലോട്ട് ഞാൻ എടുത്തില്ല. ഇത്ര സാധനങ്ങളൊക്കെയാണ് ഇന്ന് എടുത്തേക്കണേ. എന്തായാലും ഞാൻ പോകട്ടെ, അവശതിയിലാണ് മൊത്തത്തിൽ.